സ്ത്രീകൾക്കുള്ള പോലെ പ്രാധാന്യം പുരുഷന്മാർക്കും ഉണ്ട്. അത് ഹൈക്കോടതി ചോദിച്ചു. സ്ത്രീകൾക്ക് മാത്രമല്ല ഇത്രയും കാലം ചരിത്രത്തിൽ സ്ത്രീകൾക്ക് പരിഗണന കിട്ടാൻ തുടങ്ങിയത് വളരെ റീസെന്റ് ആണ്. എത്രയോ കാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് പേട്രിയാർക്കൽ സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല ചില ഏരിയാസ്. നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് പോലും മനസ്സിലാവോ എന്നുള്ള കാര്യം ചില സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാവൂ. അല്ല, അതെല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നു, എല്ലാം ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞ പോലെ അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന്മാരെ വെറുതെ കുറ്റപ്പെടുത്തുമ്പോൾ ചില സ്ത്രീകൾ പുരുഷന്മാരെ നമ്മൾ എതിർക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തോട്ട് ഒരിക്കലും എതിർക്കുന്നില്ല കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട്, നിങ്ങൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും അതാണല്ലോ ഒരു ഫാമിലി ബന്ധം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് നിങ്ങൾ മലക്കം പറയുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ. എന്റെ അമ്മോ, എല്ലാം പറഞ്ഞിട്ട് അത് വിട്ട് ഞാൻ അതിലേക്ക് പിടിക്കുന്ന അത് വിട്ടെന്നല്ല, അത് വിറ്റ്. ഞാൻ ഇത് കൊണ്ടായത് നിർത്തുന്നത് മനസ്സിലായി. എഴുതണ്ട. ബിക്കോസ് ഒരാളൊരു അഭിപ്രായം പറഞ്ഞ് 100 അഭിപ്രായം എതിരെ വരും. അവിടെ എന്തെങ്കിലും ഒരു ഗുണകരമായിട്ടുള്ള കാര്യം ഉണ്ടാവുന്നോ? ഇല്ല. അവിടെ ഒരു തോട്ട് ഉണ്ടാവുന്നു, കുറെ ആൾക്കാർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു, കുറെ വിഷം അവിടെ ചീറ്റുന്നു, തീർന്നു. അതിന്റെ അടുത്ത വിഷയത്തിലേക്ക് ആൾക്കാർ കടക്കുന്നു. ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ മറിയുന്നു. ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് കട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ഗുണം ഇതാണ്. വേറെ ലോകത്തിലാണ്. ചുമ്മാ വെറുതെ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിനെ പറ്റി ഓരോരുത്തർക്കും ഓരോ ചോയ്സ് പറഞ്ഞ മാതിരി ഇൻവേർട്ട് ജേണി ചെയ്യുക. അവരവരുടെ ഉള്ളിൽ എന്താണുള്ളത് അത് മാറ്റാൻ ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഈ ഒരു ജാതകം എല്ലാവരും മാറ്റി എഴുതട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെ വിനീത? എന്നാ വിനീത് ശരി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര സാധനായത്. എങ്ങനെ ഞാനതാണ്, ഞാൻ ചില സമയത്ത് നിങ്ങള് ഫാനായി മാറുന്നുണ്ട് കേട്ടോ. ഈ സാധനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന വഴി ഉണ്ടല്ലോ, പിടിച്ച് 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 നമ്മൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ പോലെ നമുക്ക് ഇത്രയും ടെക്നിക്ക് അറിയില്ല. ഒരു വിനീതേട്ടൻ പറഞ്ഞ മറ്റേ പുരുകം പോകുന്ന സാധനം അത് റിട്ടേൺ കിട്ടുമ്പോ ആ പുരുകം നമ്മൾ വിചാരിക്കും കണ്ണാടിക്ക് എക്സ്ട്രാ ഫ്രെയിം ഉണ്ടെന്ന്. അമ്മായി വിചാരിക്കും. നിന്നെ പ്രൊവോക്ക് ചെയ്തപ്പോഴാണ് പുരികം മുകളിലേക്ക് പോയത്. അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂല, അത് ചൂത്താ പോകില്ല. എന്റെ അമ്മോ, ഇതെന്തായാലും അല്ല പിടിച്ചാ കിട്ടാതെ എനിക്കങ്ങ് പോയി. യാത്ര ചെയ്തോ? യാത്ര രസമായിരുന്നു എനിക്ക് തോന്നുന്നു. പ്രേക്ഷകർക്ക് കാണാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുകയും ചെയ്തു. എല്ലാ രീതിക്കും വിനീത് പറഞ്ഞ വിറ്റു എന്നാണ് പറഞ്ഞത്. അയ്യോ, ത്തിലേക്ക് ഉണ്ടല്ലേ. ഇതിൽ അടുത്ത സിനിമ എങ്ങനെയാണ്? സിനിമയുടെ കാര്യങ്ങൾ അടുത്ത സിനിമ ഒരെണ്ണം രാകേഷായിട്ടുമായിട്ട് ഒരു സബ്ജക്ട് ഡിസ്കഷൻ ഉണ്ട്. പിന്നെ കുറച്ച് മുമ്പേ അനൗൺസ് ചെയ്ത ഒരു തെയ്യം പാടുണ്ട്, തട്ടുമള്ളാട്ടമുണ്ട്. അതിന്റെയും സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കാണ്. ആർട്ടിസ്റ്റുകളൊക്കെ തീരുമാനം സ്ക്രിപ്റ്റ് കഴിഞ്ഞോളൂ. സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളോട് സംസാരിച്ച് തുടങ്ങുന്നു. അത് ഉടനെ തന്നെ ഉണ്ടാവും. ഈ രണ്ടാമത്തെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. ഇനി സിനിമ അഭിനയം ഏതാണ് അടുത്ത്? ഡയറക്ഷൻ നമ്മള് മൊത്തം ടീം ഡയറക്ഷൻ അല്ല, ഞാൻ ഡയറക്ഷൻ, പക്ഷെ മൊത്തം ടീമായിട്ട് കഥ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ പ്രോസസ്സിന്റെ ഒരു 1/4 പോർഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളു. അപ്പം എനിക്ക് നമ്മള് ടീം മൊത്തത്തിൽ ഒരു കോൺഫിഡന്റ് ആകുമ്പോൾ ഒരു ഫ്രീ മുന്നോട്ട് കിടക്കാന്ന് വിചാരിക്കും. ഈ അലമ്പൻ എന്ന് പേരിടാൻ കാരണം എന്റെ ദൈവം, ആ സത്യം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാനും എന്റെ പാർട്ട്നർ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സെബാസ്റ്റ്യൻ, ഞങ്ങൾ LKG തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ ഈ 2010 ഈ അലമ്പൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലുള്ള പേരായി. വലിയ ചെറിയ എല്ല്, വീണ്ടും വലിയ. അപ്പൊ ഞങ്ങൾ അന്ന് ഈ പേജൊക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല പിന്നെ ഇത് ചെയ്യുമെന്ന്. പക്ഷെ പിന്നെ പട്ടപ്പേരായി. അതെ, അത് ഭയങ്കര, അതും പിള്ളേർ ഇപ്പോൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ചറപ്പുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ ഉണ്ടാക്കിയ പേരില്ലേ. പിന്നെ ഞാൻ സെബാസ്റ്റ്യൻ പണ്ടേ വിചാരിച്ചു ഓക്കെ ഇനി എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ തന്നെ ഈ പേര് തന്നെ ആവട്ടെ. കാരണം കൊച്ചിനെ ഇട്ട പേരില്ല, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. സോ അങ്ങനെ ആയിപ്പോയത്. ഇപ്പൊ ആൾക്കാരൊക്കെ ഏറ്റവും കോണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ രാത്രി എന്തെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുന്ന നേരം 11 മണി കഴിഞ്ഞ് പോലീസ് നിർത്തും വണ്ടിയിൽ.
ആറാ സാറേ ഞങ്ങള് ഷൂട്ടിങ് നിങ്ങൾക്ക് ആരാ സാറേ ഒരു യൂട്യൂബ് ചാനൽ എന്താ പേരെന്നാ ഞങ്ങൾക്ക് പേര് പറയാൻ മതി എങ്ങനെ പറയുന്നു അപ്പൊ ഞങ്ങള് മറ്റേ സവാസ് ഇങ്ങനെയൊക്കെ പറയാം സാറേ എന്നും പറഞ്ഞു പിടിച്ചു നിർത്തി ഒന്നുമില്ല എന്ന് വെച്ചാൽ ചുമ്മാ ഒന്നുമില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പേരിങ്ങനെ ആയിപ്പോയില്ലേ പിന്നെ മാറ്റാനും പറ്റത്തില്ല ഇത്രയും വർഷമായി സോ പേരിന്റെ സംഭവം കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി അത് ഫ്രണ്ട്ഷിപ്പ് ബേസ് ഇട്ട പേരില്ല അപ്പൊ മാറ്റാൻ നമുക്ക് ഉദ്ദേശിക്കും ആ പേര് മാറ്റുമല്ലോ, മാറ്റില്ല ആ പേരിൽ തന്നെ. അതെ ഇയാളാണ് കുറെ കാരണം നിങ്ങൾ മറ്റേ സ്മാർട്ട് ബോയ്സ് ഒക്കെ ഇറക്കി വിട്ടല്ലേ അടുത്ത മറയത്ത് ഇത് ആ സമയത്തൊക്കെ പറിച്ചു വിട്ട സാധനം അതിന്റെ ഓപ്പോസിറ്റ് അടിച്ചാണ്. അതിന്റെ അതെ അതെ. ഉമ്മ ഈ പേരിനെ കുറിച്ച് പറയാറില്ല? എന്റെ ദൈവം ഉമ്മായും വാപ്പായും ഒന്നും പറയണ്ട. അവര് മറ്റേ അവൻ പറയും ഓരോ സ്കൂൾ തൊട്ട് ഓരോ കൂട്ടുകെട്ടം ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ നടന്നോ അല്ലെങ്കിൽ എന്തോ അവന്റെ ചെയ്യാനാന്നൊക്കെ ഇപ്പോഴും പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി അവർക്ക് അറിയാം ലൈക്ക് ഞാനിപ്പോഴും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മള് ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ ആഗ്രഹിക്കത്തില്ല ഓക്കെ ടു ഡു വാട്ട് വി ലവ് വിത്ത് പീപ്പിൾ വി ലവ്. അതാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബോയ്സ് കൊച്ചിലായിട്ടുള്ളവന്മാര് പിന്നെ കൊച്ചിലായിട്ട ഗ്യാങ്ങിന്റെ പേര് ആൻഡ് അന്ന് ഭയങ്കര ആമച്ചറിഷായി തുടങ്ങിയ പരിപാടി ഇപ്പം നമ്മളൊരു ഹോപ്പ്ഫുള്ളി ഈ വർഷം ഒരു സിനിമയുടെ പരിപാടി ഇങ്ങനെ സെറ്റ് ആകുന്ന വരെ എത്തി. സോ ഐ എം പ്രൗഡ് ഓഫ് ദ ഗ്രോത്ത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. യെസ്. അപ്പൊ ഇനി അടുത്ത സ്ക്രിപ്റ്റ് ഒക്കെ തീർന്ന് ഡയറക്ഷനിലേക്ക് വരട്ടെ. തീർച്ചയായിട്ടും. കഥയുടെ പേരിൽ ലാസ്റ്റ് അലമ്പൻ എന്നും കൂടെ അത് നമ്മള് അതിപ്പോ സ്റ്റിൽ അണ്ടർ ഡിസ്പ്യൂട്ട് ആണ്. കാരണം പടമൊക്കെ ചെയ്ത അവസാനം ബൈ അലമൻസ് നിങ്ങൾ കാണും. ആ ഒരു ബ്രാൻഡ് നമുക്ക് പക്ഷെ അത് ആക്ച്വലി ബ്രാൻഡ് അല്ലേ? ലോക താരങ്ങൾ അലമ്പൻ ഡയറക്ടഡ് ബൈ അലമ്പൻ എന്ന് പറഞ്ഞിട്ട് ഇടുവോ? അതൊരു കോംപ്ലിമെന്റ് ആണെന്ന് എനിക്ക് അതെ ലംബൻ എന്നൊക്കെ ഈ ഞങ്ങൾ ഈ ഒരു ഫോർമുല ആലോചിച്ച് ഈ ലംബൻ പേര് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടി. ഞാൻ പെട്ടെന്ന് ഒരു കഥ പറയാം. പണ്ട് ഞാൻ പഠിച്ച ഒരു മുസ്ലിം കോളേജിലാണ്. സോ ഈ മുസ്ലിം കോളേജ് ഉച്ചക്ക് വെള്ളിയാഴ്ച നേരത്തെ വിടുന്നതിനാ നിസ്കരിക്കാൻ പോകണമല്ലോ. അപ്പൊ ഞാൻ അമൽ ഈ അമൽ എന്ന് പറഞ്ഞാൽ അമൽ എന്ന പേരാണ് മലയാളത്തിലെ ഏറ്റവും പേരാണ് അമൽ. അപ്പം ഞാൻ പേര് പറഞ്ഞു പോകുമ്പോ ഈ സെക്യൂരിറ്റി സമ്മതിക്കില്ല. ഉങ്ക പേരനെ അമല ഡേ നീ അല്ല നീ പോകുന്ന പറയും. പക്ഷെ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഭാസ്കർ. അവനെ പാക്കരനെ വിളിക്കുന്നത്. പക്ഷെ അവന് ഇറങ്ങി പോകാൻ പറ്റുകയില്ല കാരണം മുസ്ലിം പേരല്ലല്ലോ. വാളിയൻ ബി ഹഷ്കർ എന്നും പറഞ്ഞ് എഴുതി ഇറങ്ങി പോവാം. അപ്പൊ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നേരെ പോവാം. അപ്പൊ ഈ ലംബൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ വേറൊരു ഫ്രണ്ട് അങ്കമാലിക്കാരൻ ആൽബിൻ. അപ്പൊ ആൽബിന് കട്ടടിക്കണം. ഒരു ദിവസം ആൽബിൻ വന്നിട്ട് ഉങ്ക പേരനാ ആൽബിൻ അൽബിൻ ഉങ്ക അപ്പ പേരനാ ജോസേട്ടൻ വേറെ പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഈ പരിപാടി നടക്കത്തില്ല. സോ ഈ സ്പ്ലിറ്റിംഗ് വർക്കാവുന്ന എനിക്ക് ലംബൻ ലംബൻ വെച്ചാൽ നീളമുള്ള ലംബൻ വെച്ചാൽ. അപ്പൊ കുറെ പേരുകൾ വന്നു, കുറെ കഥകൾ വന്നു. അതിലേക്ക് വന്നപ്പോ പറയണ്ട. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എന്റെ വാക്കുകൊണ്ട് എന്റെ നാവുകൊണ്ട് പറഞ്ഞു സൂപ്പർ ഹിറ്റാണ് സിനിമ. ഇനി പ്രേക്ഷകർ സിനിമ സൂപ്പർ ഹിറ്റ് ആകണം. സൂപ്പർ ഹിറ്റ് ആക്കാൻ സിനിമ കാണാൻ 31-ാം തീയതി തന്നെ തിയേറ്ററിലേക്ക് എത്തുക. അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് രാവിലെ കാണാൻ പറ്റില്ല, ഉച്ചയ്ക്ക് വൈകുന്നേരം സെക്കൻഡ് ഷോ ഒക്കെ ഉണ്ട്. എല്ലാ സമയവും കാണുക. ഇതിൻ്റെ 25-50 ദിവസം നമ്മുടെ അലമ്പ് ടീമുകളെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ഗംഭീര ഒരു സക്സസ് പാർട്ടിയൊക്കെ നടത്തണം. അതിനുള്ള ഭാഗ്യം മുകളിൽ നമുക്ക് കിട്ടട്ടെ, പ്രേക്ഷകർ തട്ടെ. സൈനോരയും വിനീതും എല്ലാവരും ഉള്ളപ്പോൾ നമുക്കൊരു നല്ലൊരു ഗാനത്തോടുകൂടി അവസാനിപ്പിക്കണമെന്ന് എന്നോട് പറയും. ഇത് എന്താണ് ഒരു ഗാനം പാടുന്നത്? എവിടെ മോളെ എടുത്തോണ്ട് വരും, ഡിങ് 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 ഗിറ്റാർ എടുത്തോണ്ട് വരും. അതുകൂടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതാണല്ലേ കോപ്പറേറ്റിന്റെ വിഷയമില്ല. എനിക്ക് അതാ നല്ലത്. അല്ലെങ്കിൽ കോപ്പറേറ്റ് വരും. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹറും കൊണ്ടു നടന്നവർ കൂനിക്കോടി താടി വളർത്തി കയറൂരിപ്പാഞ്ഞു കന്നി പഹയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി. നീ പാടില്ല.
അത് കുഴപ്പമില്ല. കൂടെ ഇവരെ പാടിയില്ല. എത്രയോ ഇന്റർവ്യൂസ് ഞാൻ കുറെ പാട്ട് പാടി കൊടുത്തിട്ടുണ്ടാ. അതെയോ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.